ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീക്കെൻഡ് ബ്ലോഗ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നാളായി, ഏകദേശം ഒരു മാസമായി, ഒരു 1.5 മാസമായി നമ്മൾ വീക്കെൻഡ് ബ്ലോഗ് ഇട്ടിട്ട്. നമ്മൾ ക്യാമ്പായിരുന്നു ലാസ്റ്റ് ബ്ലോഗ് ഇട്ടേ. അതിനുശേഷം വീണ്ടും വന്നേക്കാണ്. വീണ്ടും കുറച്ച് എക്സാമിൻ്റെ തിരക്ക്, പിന്നെ കോളേജിൽ കുറച്ച് പരിപാടി, അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ ഷോർട്സ് ബ്ലോഗ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ അത്ര ലാഗ് വന്നത്. പിന്നെ ഒരു കണ്ടിന്യൂ കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ഒരു കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഞായറാഴ്ച തന്നെ വ്ലോഗ് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ പള്ളിയിൽ പോകണം, അവിടെ ഷൂട്ടുണ്ട്. പിന്നെ ഇന്ന് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെ ഇന്ന് മാക്സിമം കവർ ചെയ്യാം. പിന്നെ കോളേജിൽ വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നിങ്ങൾ ഷോർട്സിൽ കയറി നോക്കിയാൽ മതി. ഷോർട്സ് വ്ലോഗ് ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വീക്കെൻഡ് വ്ലോഗ് സീരീസാണ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി മാക്സിമം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും. നേരത്തെ എക്സാം വന്നുകൊണ്ടാണ് കുറച്ച് ലാഗ് വന്നത്, 1.5 മാസം ലാഗ് വന്നത്. അപ്പോൾ രാവിലെ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഒതുക്കി ഇനി കുളിച്ചിട്ട് നേരെ പള്ളിയിൽ പോകണം. ഫുഡ് കഴിച്ചായിരുന്നു, അപ്പോഴാണ് വീക്കെൻഡ് ബ്ലോഗ് എടുത്താലോ എന്നൊരു ആലോചന വന്നത്. അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് നേരെ നമുക്ക് പള്ളിയിൽ പോകാം. കേസ് അപ്പോൾ അങ്ങനെ കുളിച്ച് റെഡിയായി. ഇനി നേരെ പള്ളിയിലോട്ട് വീഡിയോ ഷൂട്ടുണ്ട്, മൈക്ക് കാര്യങ്ങളൊക്കെ എടുത്ത്. ഗൈസ് അപ്പോൾ പള്ളിയിൽ പോയി, ഇപ്പം വന്ന് വീട്ടിൽ കയറി ഫുഡ് കഴിച്ച് ഇനി നമുക്കൊരു പ്രൊമോഷൻ ഷൂട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ നേരെ സനുവിനെ പിക്ക് ചെയ്യണം. പിന്നെ നേരെ നമുക്ക് പ്രൊമോഷൻ ഷൂട്ട് കിടക്കുന്ന അങ്ങോട്ട് വേണം. അവിടുന്ന് കുറച്ച് ഒരു 1 മണിക്കൂറിൻ്റെ അകത്ത് യാത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാം. ഹെൽമറ്റ്, മൈക്ക് എടുക്കുക, പോവുക. വണ്ടി ഒതുക്കി വെച്ച് നേരെ നമുക്ക് സനുവിനെ വിളിക്കാം. ഗൈസ് അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഷൂട്ടിംഗ് സ്ഥലത്തോട്ട് പോകണേ. ഇനി നേരെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണാം. വണ്ടി ഓടിച്ച് വന്ന് ഒരു അരുവിക്കര പാലത്തിൻ്റെ അങ്ങുന്നേക്കാണ്. ഇതാണ് അരുവിക്കര പാലം. പിന്നെ ഇവിടെ അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് നമ്മൾ പോകുമ്പം കാണിച്ചു തരാം. നമ്മൾ കുറച്ച് നേരം വന്നു. പിന്നെ ഇങ്ങോട്ട് റോഡ്, പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിഞ്ഞൂടാ. പുള്ളിയെ വിളിച്ചിട്ടുണ്ട്, പുള്ളി ഇപ്പം വരും എന്നാണ് പറഞ്ഞത്. മാട്ട് വെയിൽ ഗൈസ്. ഇനി അവർ വരണവരെ തണലത്തേക്കാം. ഇവിടെ കുറച്ച് തണലുണ്ട്. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ വെള്ളം കുടിക്കാൻ മാറ്റി തരാമെന്ന് പറഞ്ഞായിരുന്നു. പ്രൊമോഷൻ വരുന്നുണ്ട്. അങ്ങനെ പ്രൊമോഷൻ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വിസ്മയിൽ അങ്ങോട്ട് വന്നായിരുന്നേ. സനുവിന് കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കുറേ ദിവസമായി തോന്നുന്നു ഇതിൻ്റെ ഏരിയയിലൊക്കെ വന്നിട്ട്. അവിടെ ബേഡ്സൊക്കെ ഉണ്ടല്ലോ, വണ്ടി അവിടെ ഒതുക്കിയായിരുന്നു. പിന്നെ അതവിടെ കിടിലം ബേഡ്സൊക്കെ ഉണ്ടാട്ടോ. ഇവിടെ വിസ്മയിൽ പറഞ്ഞവർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. പിന്നെ താഴെ യമു, അത് കുറേ ഉണ്ട്. പിന്നെ കുറേയധികം ബേഡ്സൊക്കെ ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം.
കണ്ണിലടാ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിൽ എത്നിക് ഡേ ആണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകാനായിട്ട് പോകണം. അതുകൊണ്ട് ഒരു ഷർട്ട് കൊടുത്തിട്ട് മുണ്ടും എടുത്ത് കൊടുത്ത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് അവിടെ ആർട്സ് ഡേയോ അങ്ങനെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയാലേ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ വലിയ പരിപാടിയായിട്ടൊന്നും കാണൂല. ചെറിയ രീതിയിലായിരിക്കും ആർട്സ് ഡേയും എത്നിക് ഡേയും ഒക്കെ. എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് അതിൻ്റെ വിഷ്വൽസ് കാണാം. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കണ്ടില്ലേ, മുണ്ട്, ഷർട്ട്. തട്ടിക്കൂട്ടി പരിപാടിയാണ്. ഇന്നലെ വൈകിട്ട് പ്ലാൻ ചെയ്തതാണ്. അവന്മാരൊക്കെ ഇതേപോലെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് ഇടും. എന്തായാലും നോക്കാം. കോളേജിൽ ചെന്നിട്ടേ ഇനി കാണാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ സമയം 8 മണിയായി. ഇനി എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ കോളേജിൽ പോവാം. അപ്പോൾ കോളേജിൽ പോയിട്ടുള്ള വ്ലോഗ് കാണാവേ. അതെ അതെ, സ്റ്റിക്കർ അടിക്കണ എനിക്ക്. പാട്ട് എപ്പോഴെങ്കിലും തീരൂലേ? മേക്കപ്പ് ആര് സൗന്ദര്യം കൂടിപ്പോയോ? ശ്രേയസിനുള്ള ഊക്ക് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നീയല്ലേ ഇങ്ങനത്തെ കഴപ്പ് കാണിക്കുന്നത്? ഈ ക്യാമറ നോക്കി പറ. തുറന്നത് ഒരു എടുപ്പം. ഞാൻ പറഞ്ഞ ലേഡീസ് ബാഗ് അല്ലാതെ കൂടി ഇറങ്ങണം. അതെ അതെ, അമ്മച്ചി. ടയർ പഞ്ചറെന്താ? ടയർ പഞ്ചറായതല്ല, പൈസ കാല് തേഞ്ഞു തീരുന്നു. എന്റെ കളഞ്ഞത് മുണ്ടെവിടെയാടാ? എന്തുവാടേ? അവസാനം ഇമാര് കൺവിൻസ് ചെയ്തു. നീ ഇടുമെന്ന് വിചാരിച്ചു. അമ്മച്ചി റീലോഡഡ്. ഗൈസ്, ഇവർക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ട് വരട്ടെ ഗൈസ്. ഓടിപ്പോ, പറ, ഓടിപ്പോ. ഓടിപ്പോ, നീ പോ. വീഡിയോ ആണെങ്കിൽ പോ. രാവിലും വരും തെളിവിന് വീഡിയോ. അങ്ങനെ ഇവർക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ എടുത്ത് തൃപ്തിയായില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അഭിരാമിയുടെ കവിത ഇപ്പം പാടുന്നതായിരിക്കും. പാട്. കാലങ്ങൾ കഴിയവേ നാം തേടും കാലങ്ങൾ എന്നേക്കുമായി മനതാരിൽ നാം വിരിച്ചിരുന്ന ചെറിയ വലിയ പൂക്കൾ മാഞ്ഞു പോയി. കഴിഞ്ഞു പോയ വസന്തങ്ങൾ എത്ര സുന്ദരമായിരുന്നു. അവയുടെ സുഗന്ധം ഓരോർമ്മയായി വിങ്ങുന്നു എൻ മനതാരിൽ. നിറഞ്ഞിരുന്ന സുന്ദരമാം ലോകം ഇനി ഓരോർമ്മയായി തീരുമോ? ബാക്കിയെല്ലാരും പോയി. കുഞ്ഞു കുഞ്ഞു പൂക്കളിൽ മധു പകരൂ. മധു പകരൂ ചെറു അക്ഷയ് ഇട്ടായറ സുന്ദരമാം പകരൂ ചെറുകൂട്ടമേ. പുലരാൻ തുടങ്ങുന്ന രാത്രിയെ പൂക്കളാൽ വരവേൽക്കൂ. അവയെ സുഗന്ധ
ഫോട്ടോ എടുത്തടേ, ഫോട്ടോ എടുത്ത് കളയൽ. അഭിരാമി എഴുതിയത് കവിത. നീ എഴുത, അടുത്ത തരും. നിരീശ്വരവാദിയല്ലടാ മാറി കൊണ്ടിട്ട് ഇവിടത്തെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മരങ്ങൾ പണിത് അതെ അതെ ഗൈസ്, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് എടുത്ത സാധനങ്ങൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം. കണ്ടില്ലേ ഗൈസ്, എല്ലാവരും അവിടെ റീലൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അതെ അതെ, വീക്കെൻഡ് ബ്ലോഗിൽ തന്നെ ഇടുന്ന കുറേ ദിവസമായി കുറേ ഫാൻസൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ക്ലിക്കാവും. കണ്ടിട്ട് എന്തിനും തോന്നണം ഗൈസ്. ഇനി ഇത് അതിനെ തുറക്കട്ടെ, എടുത്ത് നോക്കാം. അവര് ക്രിസ്മസ് ഫംഗ്ഷന് വന്നില്ലല്ലോ, നന്നായിരിക്കും. ഇടേ മിണ്ടായിരി, ഇതിനെ വാരി കെട്ടിക്കൊണ്ട ഇതിന് കയറെടുക്കുക, പോവാ. ഇതെല്ലാം തുറക്കട്ടെ ഗൈസ്. ക്രിസ്മസിന് വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ഇവിടെ സേഫ് ആയിട്ട് തന്നെ ഉണ്ട്. വലിയ ടാപ്പ് ഉണ്ടായിരുന്നു. ആ എടുത്തോ, എടുത്തോടാ. കേട്ടല്ല, ഇത് മിസ്സായ ജെറിന്റെ വീട്ടിലേക്കാണ്. ബൾബ് ഊരിയിട്ട് മാറ്റിട്ടിട്ടാ മതി. ഇവിടെ ഇടാം, എൻട്രൻസ് എല്ലാം വരി കയറ്റിക്കോ. കോർഡിനേറ്റർ അല്ലേ ചെയ്. ഇപ്പൊ തറയിലാണോ വരി പറഞ്ഞത്? പണി